നിങ്ങൾ സ്വന്തം വകയിലുള്ള വേദമാണ്. ഞങ്ങളല്ല, ഞാൻ എന്തായാലും ഈ നാട്ടിലുള്ള സകല സാധനവും വായിച്ചിട്ടുള്ള ഒരുത്തനാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു വരി ഈ ഖുറാനകത്തെ നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പറ, കീഴടങ്ങാനല്ലാത്ത ഒരു വരി. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കേരളത്തിലെ ഒരു നിരീശ്വരവാദിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. മൈത്രേയനെക്കുറിച്ച് അറിയുന്നവർക്കറിയാം. ഒരു ധാർമ്മിക ബോധങ്ങളുമില്ലാതെ മനുഷ്യന് തോന്നിയതുപോലെ ജീവിക്കാമെന്ന് വാദിക്കുന്ന മൈത്രേയൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെയൊരു ചോദ്യം വന്നത് ഒരു വേള നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൈത്രേയൻ്റെ ചോദ്യം ഇതാണ്: നാട്ടുകാരുടെ മുന്നിൽ പറയാൻ പറ്റിയ, പൊതുവായി അവതരിപ്പിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു വരി, അല്ലെങ്കിൽ ഒരു വരിയെങ്കിലും ഖുർആനിലുണ്ടോ എന്ന് ആക്രോശിച്ചുകൊണ്ട് ചോദിക്കുന്ന മൈത്രേയൻ. ആ ചോദ്യം കേട്ടപ്പോൾ ആദ്യം ഒന്ന് ചിരിക്കാനാണ് തോന്നിയത്. കാരണം അറബിക്കടലിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മരുഭൂമിയിൽ ഒരു തരി മണലെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കടലിൽ ഒരു മത്സ്യമെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് സമാനമായ ചോദ്യം മാത്രമാണ് മൈത്രേയൻ ചോദിച്ചിട്ടുള്ളത്. കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ, നാട്ടുകാർക്ക് മുന്നിൽ, നാലാൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു വരി വിശുദ്ധ ഖുർആനിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഒന്നുകിൽ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഖുർആനിലെ ഒരു വരി പോലും വായിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഖുർആനിലെ ഒരു വരിയല്ല, ഖുർആനിലെ മുഴുവൻ വരികളും പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പാകത്തിനുള്ള പക്വമായ ധാർമ്മിക ബോധവും സാംസ്കാരിക സമ്പന്നതയും നിറഞ്ഞു നിൽക്കുന്ന ഗ്രന്ഥമാണെന്നതിൽ ഒരു സംശയമില്ല. വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അവതരണത്തിൽ ആദ്യമായി ഇറങ്ങിയ ഖുർആനിലെ വചനം തന്നെ ഇഖ്റ, വായിക്കുക എന്നതാണ്. ആദ്യത്തെ വചനം തന്നെ നാട്ടുകാരോട് പറയാൻ പറ്റിയതാണോ ഇല്ലേ എന്ന് ചിന്തിച്ചാൽ മാത്രം വിശുദ്ധ ഖുർആൻ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രസൻറ്റബിളായി അവതരിപ്പിക്കാൻ പറ്റിയൊരു ഗ്രന്ഥമാണോ എന്ന കാര്യത്തിൽ നമുക്കൊരു മറുപടി ഉണ്ടാകും. മൈത്രേയനെ പോലെ ചിന്തിക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു വേള അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഖുർആനിൽ വചനങ്ങൾ ഉണ്ടാവണമെന്നില്ല. കാരണം മൈത്രേയൻ ചിന്തിക്കുന്നത് ധാർമ്മികമായ നിയമങ്ങളില്ലാത്ത, സാംസ്കാരികമായ ചട്ടക്കൂടുകളില്ലാത്ത, മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന സാമൂഹിക സ്ഥിതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലെ ഖുർആനില്ല. കാരണം ഖുർആനിൽ കഞ്ചാവ് ഉപയോഗിക്കാൻ, കള്ളുപയോഗിക്കാൻ, ലൈംഗികമായി മറ്റുള്ളവരുടെ മേലിൽ കുതിര കയറാനുള്ള സ്വാതന്ത്ര്യം ആർക്കും നൽകുന്നില്ല. വിശുദ്ധ ഖുർആൻ പലിശ വാങ്ങാൻ ആരെയും അനുവദിക്കുന്നില്ല. കളവ് പറയാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല, മറ്റുള്ളവരെ അന്യായമായി ആക്രമിക്കാനോ കൊലപ്പെടുത്താനോ പാടില്ല, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിന്റെ പെൺമക്കളെ കൊന്ന് കുഴിച്ചു മൂടാൻ പാടില്ല തുടങ്ങിയ മാനവിക സമുദായത്തിന് ഉപകാരപ്രദമായ ഒരുപാട് വചനങ്ങൾ. ആദ്യത്തെ വചനം തന്നെ ഇഖ്റ, വായിക്കുക എന്നുള്ളതാണ്. എന്ത് വായിക്കണം? വേദം വായിക്കണമെന്ന് പറയുകയല്ല. കാരണം അന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടില്ല. ആദ്യത്തെ വചനം തന്നെ ഇഖ്റ, വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിനക്കുപകാരപ്പെടുന്ന എന്തും വായിക്കാൻ ആളുകളോട് പറയാൻ പറ്റിയ ഒരു ഉപദേശം അത് തന്നെയാണ്. കാരണം വായനയിൽ നിന്നാണ് അറിവിൻ്റെ ലോകം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. അത് നമ്മുടെ കുട്ടികളോടും നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. മൈത്രേയൻ തൻ്റെ മക്കളോടും തൻ്റെ ചുറ്റുപാടുമുള്ളവരോടും വായിക്കാനാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അത് എങ്ങനെയാണ് പ്രസൻറ്റബിൾ അല്ലാത്തത്? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞുണ്ണി മാഷ് പറയുമ്പോൾ നമ്മൾ കൈയടിക്കും. വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞത് മൈത്രേയൻ അറിഞ്ഞിട്ട് പോലുമില്ലെങ്കിൽ അതറിയേണ്ട സമയം കടന്നിരിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഖുർആൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്, വലഖദ് കറംനാ ബനീ ആദം. അല്ലയോ മൈത്രേയൻ, ഈ വരികളും വിശുദ്ധ ഖുർആനിൽ തന്നെയാണ്. ആദം സന്തതിയെ ബഹുമാനിച്ചിരിക്കുന്നു. ഇവിടെ നിറത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ തമ്മിൽ തല്ലുന്ന നാളുകൾ നമുക്ക് മുന്നിൽ കഴിഞ്ഞു പോയിട്ട് അധികം കാലമായിട്ടില്ല. ഇപ്പോഴും വർണ്ണത്തിൻ്റെ പേരിൽ, കറുത്തതിൻ്റെ പേരിൽ ആട്ടിയോടിക്കപ്പെടുന്നവരുടെ ലോകത്ത്, നിറത്തിൻ്റെ പേരിൽ പരസ്പരം തമ്മിൽ തല്ലുന്നവരുടെ ലോകത്ത്, സമ്പത്തിൻ്റെ പേരിൽ അഹങ്കാരം നടിച്ച് പാവപ്പെട്ടവനെ ചവിട്ടിമെതിക്കുന്ന ലോകത്ത് വിശുദ്ധ ഖുർആൻ പറയുന്ന വാക്കുകൾ വലഖദ് കറംനാ ബനീ ആദം. ആദം സന്തതിയെ ബഹുമാനിച്ചിട്ടുണ്ട് എന്നാണ്. അത് കറുത്തവനെന്നോ വെളുത്തവനെന്നോ, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ, ഏതെങ്കിലും പ്രത്യേക രാജ്യക്കാരനെന്നോ
അല്ലെങ്കിൽ പ്രത്യേക ഭാഷക്കാരനെന്നോ എന്നല്ല, എല്ലാവരെയും ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ്. ദൈവം ബഹുമാനിച്ച മനുഷ്യൻ അവൻ ആരായിരുന്നാലും ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന മാനവിക മൂല്യങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ ഒരർത്ഥത്തിലാണ്. ഈ വരികളൊക്കെ പറയാൻ പറ്റിയതാണ്. ഖുർആൻ ഇറങ്ങിയത് മുതൽ അവസാനം ഇറങ്ങിയ വാചകം പോലും പരിശോധിച്ചാൽ അത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഖുർആനിലെ എല്ലാ വരികളും പറയാൻ പറ്റിയതാണ്. ഖുർആനിലെ ഓരോ ആശയങ്ങളും, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തത്വസംഹിതകളും നിയമബോധങ്ങളും സാംസ്കാരിക ചിത്രങ്ങളും വായിച്ചെടുക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിച്ചാൽ മാത്രം മതിയാകും. മൈത്രേയനെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ ഈ ഖുർആൻ എല്ലാവർക്കും വേണ്ടി ഇറക്കപ്പെട്ടത് അവരുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. ഖുർആൻ ഒരാവർത്തി വായിക്കാൻ പോലും തയ്യാറാകാതെ പുറമെ നിന്ന് വിമർശിക്കുന്ന ആളുകളോട് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങൾക്കാണ്. നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ഹൃദയങ്ങളുടെ കവാടങ്ങൾ അടച്ചു വച്ചുകൊണ്ട് വിമർശിക്കാൻ മാത്രമായി സമയം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്കല്ല അന്ധത, നിങ്ങളുടെ ഹൃദയങ്ങൾക്കാണെന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. കേരളത്തിലെന്ന ലോകത്തിലുള്ള നിരീശ്വരവാദികളിൽ, ഇസ്ലാം വിമർശകരിൽ ഭൂരിഭാഗവും ഒന്നും അറിയാതിരുന്നിട്ടല്ല, എല്ലാം അറിഞ്ഞിട്ടും എല്ലാം ഉൾക്കൊണ്ടിട്ടും എല്ലാം മനസ്സിലാക്കിയിട്ടും മാത്രം ഈ മതത്തോടും ഇതിൻ്റെ പ്രവാചകനോടും പടച്ച തമ്പുരാനോടുള്ള അഹങ്കാരം മൂലം മാത്രമാണ് ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ തയ്യാറാവുക, ബോധമുള്ളവരാവുക, അറിവിൻ്റെ വെളിച്ചത്തിലൂടെ നാളെയുടെ നന്മയിലേക്ക് നടന്നെടുക്കാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.